എല്ലാവർക്കും V3 വാരിയസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ ക്ലാസ്സിൽ നോക്കുന്നത് 2025 നവംബറിൽ നടന്ന പിയൂൺ വാച്ച്മാൻ എക്സാമിൻ്റെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഉള്ളൊഴുക്കാണ്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഉള്ളൊഴുക്ക്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം വിജയിച്ചത് ദിവ്യ ദേശ്മുഖ്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം വിജയിച്ചത് ദിവ്യ ദേശ്മുഖ്. 2028 ഒളിമ്പിക്സിൻ്റെ വേദി ലോസ് ആഞ്ചൽസ് ആണ്. 2028 നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിൻ്റെ വേദി ലോസ് ആഞ്ചൽസ്. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് വിജയിച്ചത് ഇന്ത്യ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് വിജയിച്ചത് ഇന്ത്യ. ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുക്കൾ ഉൾപ്പെട്ട ഒരു ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട്, എല്ലാവരും കാണണം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗയാൻ. ഇന്ത്യയുടെ സൗരദൗത്യമാണ് ആദിത്യ L1. ഇന്ത്യയുടെ സൗരദൗത്യമാണ് ആദിത്യ L1. ഇന്ത്യയുടെ ചന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 3. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. സാമൂഹിക വകുപ്പിന് കീഴിൽ സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓപ്ഷൻ ബി വയോമൃതമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടിയാണ് ഓപ്ഷൻ ബി ആരോഗ്യം ആനന്ദം. താഴെ പറയുന്ന പ്രസ്താവനയിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഒന്നാമത്തെ പ്രസ്താവന, വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 2025 മെയ് മാസം 3 അല്ല, മെയ് 7 വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പം ഓപ്ഷൻ എക്കകത്തും ഡിക്കകത്തും ഉണ്ട്. അപ്പം ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയും ക്യാൻസൽ ചെയ്യാം. രണ്ടാമത്തെ പ്രസ്താവന, ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം. അത് ശരിയായ പ്രസ്താവനയാണ്. ഇപ്പോൾ ഓപ്ഷൻ എയും കട്ട് ചെയ്യാം. വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ മദർഷിപ്പ് ഷിൻഹുവ 15. അത് തെറ്റായ പ്രസ്താവനയാണ്. ഷിൻഹുവ 14 വന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി. അതുപോലെ വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ 1ഉം 3ഉമാണ് തെറ്റായത്. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലയിൽ വന്നത് എവിടെയാണ്? എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് ATM വന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യ മിൽക്ക് ATM വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ മിൽക്ക് ATM വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ ഹെൽത്ത് ATM വന്നത് എറണാകുളം ജില്ലയിലാണ്. തെക്കേ ഇന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം. 2025 സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് മറീന കൊറീന മച്ചാഡോ. 2025 സമാധാനത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് മറിയ കൊറീന മച്ചാഡോ. അടുത്ത ക്വസ്റ്റ്യൻ, പഹൽഗാം ഭീകരാക്രമണത്തിൽ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂരാണ്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഫാൽക്കെ അവാർഡ് ലഭിച്ച വ്യക്തി മോഹൻലാലാണ്. അതുപോലെ ദാദാ ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികളാണ് മോഹൻലാലും അടൂർ ഗോപാലകൃഷ്ണനും. അടൂർ ഗോപാലകൃഷ്ണനാണ് ആദ്യമായിട്ട് മലയാളത്തിൽ നിന്നും ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത്. അതിനുശേഷം രണ്ടാമത് മോഹൻലാലാണ്. അതുപോലെ ഫാൽക്കെ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചാനലിലുണ്ട്, എല്ലാവരും കാണണം. ഡീറ്റെയിൽ വീഡിയോ ആണ്, ഉപകാരപ്പെടും. ഇന്ത്യയുടെ 52ാം ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായ്. ഇന്ത്യയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായ്. സഞ്ജീവ് ഖന്ന ഇന്ത്യയുടെ 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. ഇന്ത്യയുടെ 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന. 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായ്. ഇത്തരം ചോദ്യമാണ് നമ്മൾ ഇത് നോക്കുന്നത്.
ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.